നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം ഷുറൂത്തു സ്വലാത്തി വ അർക്കാനുഹ വ വാജിബാത്തുഹ, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകൾ, ആ നിസ്കാരത്തിൻ്റെ റുക്നുകൾ, അതിൽ നിർബന്ധമായിട്ടും നമ്മൾ ചൊല്ലേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ. രചയിതാവിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഏതായാലും നമ്മൾ നമ്മുടെ ഗ്രന്ഥം തുടങ്ങുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷെയ്ഖ് അങ്ങനെ തന്നെയാണ് ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങുക, അള്ളാഹുവിൻ്റെ പേരിൽ തുടങ്ങുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതിനു മുമ്പുള്ള നബിമാരുടെയും ചര്യയാണ്. ഇപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം സബയിലെ രാജ്ഞിക്ക് കത്തെഴുതിയല്ലോ. എന്താ കത്തിൻ്റെ തുടക്കം? ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രാജാക്കന്മാർക്കും കത്തെഴുതിയിട്ടുണ്ട്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട്. ആ കത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ബിസ്മില്ലാ, അള്ളാഹുവിൻ്റെ പേരിൽ. അപ്പോൾ ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആലയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിൻ്റെ മുമ്പ് ബിസ്മി ചൊല്ലുക, അല്ലെങ്കിൽ എഴുതുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു സഹായം കൂടിയാണ്. അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആദ്യ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ശുറൂത്തു സ്വലാത്തി തിസ്അത്തുൻ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറയുകയാണ്, നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ തിസ്അത്തുൻ. തിസ്അത്തുൻ എന്ന് പറഞ്ഞാൽ എത്ര? 9 എണ്ണമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം അടിവരയിടേണ്ട കാര്യം, നിസ്കാരം നിർബന്ധമാകാനുള്ള നിബന്ധനകളല്ല നമ്മൾ പറയുന്നത്, മറിച്ച് നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ്. നിസ്കാരം നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ ആഖിലാണ്, ബാലിഗാൻ, ബുദ്ധിയുള്ള ആളാണ്, പ്രായപൂർത്തിയായ ആളാണെങ്കിൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമായി. നിസ്കാരം നിർബന്ധമാകുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനകളാണ് പറയുന്നത്. അപ്പോൾ ഷർത്തുൻ എന്ന് പറഞ്ഞാൽ നിബന്ധന എന്നാണ് അർത്ഥം. ഷർത്തുൻ എന്ന് പറഞ്ഞാൽ നിബന്ധന. അതിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഷുറൂത്ത്, നിബന്ധനകൾ. അപ്പോൾ ഷുറൂത്തു സ്വലാത്തി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ. ഷുറൂത്തു സക്കാത്തി എന്ന് പറഞ്ഞാൽ സക്കാത്തിൻ്റെ നിബന്ധനകൾ. ഷുറൂത്തു സിയാമി എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ നിബന്ധനകൾ. ഷുറൂത്തുൽ ബൈഇ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൻ്റെ നിബന്ധനകൾ. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ചില വാക്കുകളും പ്രവർത്തികളുമാണ് നിസ്കാരം. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന നമുക്ക് മലയാളത്തിൽ പറയാം. അതുണ്ടെങ്കിലേ മശ്റൂത്ത് ഉണ്ടാവുള്ളൂ. ഷർത്ത് എന്ന് പറഞ്ഞാൽ അത് ശരിയാകാനുള്ള നിബന്ധന. ആ നിബന്ധന ഉണ്ടായാലേ മശ്റൂത്ത് ഉണ്ടാവുള്ളൂ. ഇവിടെ മശ്റൂത്ത് നിസ്കാരാണ്. ഉദാഹരണത്തിന്, നിസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ് വുളു. വുളു ഇല്ലാതെ ഒരാൾ നിസ്കാരം എന്താവൂല? ശരിയാവൂല. അപ്പൊ ഷർത്ത് എന്താണ്? വുളു ആണ്. ആ ഷർത്ത് കൊണ്ട് ഉണ്ടാകേണ്ട മശ്റൂത്ത് നിസ്കാരാണ്. വുളു ചെയ്യാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുമോ? നിസ്കാരം ശരിയാവുകയില്ല. എന്നാൽ വുളു എടുത്തു എന്നതുകൊണ്ട് നിസ്കാരം ഉണ്ടാവണമെന്നില്ല. പ്രത്യേകം മനസ്സിലാക്കുക, ഷർത്തുണ്ടായി എന്നതുകൊണ്ട് മശ്റൂത്ത് ഉണ്ടാകണമെന്നില്ല. എന്നാൽ നിസ്കാരം ശരിയാകണമെങ്കിൽ ഈ ഷർത്തുകൾ നിർബന്ധമാണ്. ഈ 9 ഷർത്തുകളും പാലിക്കപ്പെട്ടാലേ നിസ്കാരം ശരിയാവുകയുള്ളൂ.